അരീക്കോട് ഗ്രാമപഞ്ചായത്തിലെ മുണ്ടമ്പ്ര കീഴുപറമ്പ് ഊർങ്ങാട്ടേരി ഗ്രാമപഞ്ചായത്തിലെ തെരട്ടമൽ ഭാഗങ്ങളിലെ കുട്ടികളിലാണ് അക്രോഡെർമൈറ്റിസ് എന്ന വിളിപ്പേരുള്ള പാദം വിള്ളൽ രോഗം വ്യാപിച്ചിരിക്കുന്നത്. മുണ്ടമ്പ്ര ഗവൺമെൻറ് യു പി സ്കൂളിലെ 120-ലേറെയും തെരട്ടമൽ AMUP സ്കൂളിലെ 140-ലേറെയും കുട്ടികൾ ഈ രോഗത്തിന് ഇരകളാണ്. സമപ്രായക്കാർ കളിച്ചു നടക്കുമ്പോൾ കൂടെ കളിക്കാൻ പോലുമാകാതെ വേദന നിന്ന് കഴിയുകയാണ് ഈ വിദ്യാർത്ഥിനികൾ. പലരുടെയും പാദങ്ങൾ അസഹനീയമായ വിധത്തിൽ വിണ്ടുകീറിയിരിക്കുന്നു. അതികഠിനമായ വേദനയും നീരൊലിപ്പും മൂലം ഏറെ ദുരിതമാണ് ഈ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നത്. മഴക്കാലത്ത് ചളി കളിച്ച് പോകുമ്പോൾ പാടത്തു കൂടെ പോകുമ്പോൾ ഉണ്ടാവണേ. പിന്നെ നോമ്പ് കാലങ്ങളിലും തണുപ്പ് കാലത്തും ഈ ജലവും നീരൊക്കെ വരും. ആ കുത്തി പറിക്കണ വേദന, ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. പിന്നെ നീരൊലിച്ചു ചൊറിയുമ്പോൾ പിന്നെ ചോരയൊട്ടു. പെട്ടെന്ന് ഗുളിക കുടിച്ചുമ്പോൾ പിന്നെ ഉണ്ടാവും. എൻ്റെ വീട്ടിൽ എനിക്കും വലിയ മൂത്തേട്ടത്തിക്കുണ്ട്. ഡോക്ടറെ കാണിച്ചുമ്പോൾ മരുന്ന് തരും. പിന്നെ ആ കുടിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആ കുടിച്ചാൽ മാറും. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ തുടങ്ങും. ഈ ഒരു അസുഖം വ്യാപകമാവുന്നതിൻ്റെ കാരണം കണ്ടെത്താൻ അധികൃതർക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. 5 വർഷത്തിലേറെയായി ഈ രോഗം മൂലം ദുരിതം പേറുന്ന കുരുന്നുകൾ ഇവിടെ നിരവധിയുണ്ട്. അനുദിനം ഇത്തരത്തിൽ പാദം വിണ്ടുകീറുന്ന വിദ്യാർത്ഥിനികളുടെ എണ്ണം ഏറി വരുന്നതാണ് സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നത്. പുഴയിൽ വെള്ളം ഉപയോഗിക്കുന്ന കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. അതുപോലെ ഇവിടെ കുറച്ച് പാടങ്ങളും അതുപോലെ പച്ചക്കറി കൃഷികളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ വസ്തുക്കളും അതുപോലെ കീടനാശിനികളും ഉപയോഗിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്നതാണോ എന്നുള്ള സംശയം നമ്മുടെ ഇടയിലുണ്ട്. ഇതിപ്പോൾ ഈ മഴക്കാലത്ത് തണുപ്പ് കാലത്താണ് ഇത് പിള്ളേരിൽ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ കൂടുതലായിട്ട് വ്രണം പോലെ ഇങ്ങോട്ട് പൊട്ടി ഒലിക്കുന്നുണ്ട്. പിള്ളേർ ക്ലാസ്സിൽ വരാൻ തന്നെ വയ്യ. ചിലപ്പോൾ ചില രക്ഷിതാക്കൾ പരീക്ഷാ സമയങ്ങളിൽ എടുത്താണ് കൊണ്ടുവരുന്നത്. കുഞ്ഞുങ്ങളെ ദുരിതത്തിലാക്കുന്ന ഈ രോഗത്തിൻ്റെ ഉറവിടം കണ്ടെത്തി പ്രതിവിധികൾ ചെയ്യാൻ അധികൃതർ അടിയന്തര നടപടികൾ എടുക്കണമെന്നതാണ് പ്രദേശവാസികളുടെയും അധ്യാപകരുടെയും ആവശ്യം. ക്യാമറമാൻ ജയേഷ് വിലോടിക്കൊപ്പം അരീക്കോട് നിന്നും ആർ ബിജു.